ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീറോ ടു ഹീറോ ഡേ 2. സോ ഡേ 1 നമ്മൾ നോക്കി എങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യും എന്നുള്ളൊരു സംഭവം നമ്മൾ നോക്കി. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നതൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള പൈത്തൻ്റെ കുറച്ച് ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് സംഭവങ്ങൾ, അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ലാംഗ്വേജ് ഒന്ന് ഫെമിലിയർ ആണുള്ള കുറച്ച് സാധനങ്ങൾ. സോ ടോപ്പിക്കുന്ന നേരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത സാധനങ്ങൾ ഇവിടെ ഞാൻ ഗിറ്റ് പ്രൊപ്പോയിൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് അതിൽ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിലും അതേപോലെ ഈ റൊപ്പോയുടെ ലിങ്കാണ്. സോറി, ഇനി ഫസ്റ്റ് നമുക്ക് പൈത്തണിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ വളരെ ബേസിക് ആയിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള സംഭവം നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ .py എക്സ്റ്റൻഷൻ ഉള്ളൊരു ഫയലായിരിക്കണം നമ്മൾ പൈത്തൺ ഫയൽ അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ python.org പോകേണ്ടത്. python.org ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ പൈത്തൺ 3.14.6 ഫോർ വിൻഡോസ്, അതായത് നിങ്ങളുടെ OS ഏതാണോ അതിനനുസരിച്ചുള്ള ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം എഴുതാം. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ കയറിയാലും ഫസ്റ്റ് തന്നെ എന്താ ഒരു ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിക്കുക. ഒന്നുമില്ല, പ്രിൻ്റ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് ആവുക. ഞാനിപ്പോൾ ക്ലീഷേ സാധനം തന്നെ ഹലോ വേൾഡ്. ഓക്കെ, ഒരു 3 എക്സ്പ്ലനേഷൻ പഠിക്കുക. ഇത് റൺ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി ഓക്കെ, നമ്മൾ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സം ഓഫ് 2 നമ്പേഴ്സ്, അതായത് ജസ്റ്റ് A = 10, B = 5. ഓക്കെ, അതായത് ഇവിടെ എയിൽ നമ്മൾ 10 എന്ന് പറയുന്ന വാല്യൂവും ബിയിൽ 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എസ് എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് S = A + B. ഓക്കെ, നമ്മൾ സം എടുത്തു, എസ്സിൽ സ്റ്റോർ ചെയ്തു, പക്ഷേ യൂസറിനെ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എസ്. ഇപ്പോൾ എന്ത് ചെയ്യും? സം, അതായത് 15 ഇവിടെ പ്രിൻ്റ് ചെയ്തു, 10 + 5 15. ഇനി നിങ്ങൾക്ക് ഇത് പോരാ, നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യണം, സം = 15 എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സം എന്ന് പറഞ്ഞിങ്ങനെ സാധനം, എന്നിട്ട് ജസ്റ്റ് കോമയിട്ട് കൊടുത്താൽ മതി. അതായത് ഒന്നുമില്ല, നിങ്ങൾ പ്രിൻറ്റിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ വാല്യൂസ് കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ABC, എന്നിട്ട് DEF, എന്നിട്ട് ഇനിയൊരു സാധനം എസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എസ്, എന്നിട്ട് നിങ്ങൾക്ക് A കൊടുക്കണമെന്ന് തോന്നി, അങ്ങനെ കൊടുത്തു. അതായത് ഈ സാധനങ്ങളെല്ലാം പിടിച്ചിട്ട് ഈ പ്രിൻറ്റിൻ്റെ അകത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റി? ഇതെല്ലാം ഓർഡറിലങ്ങ് പ്രിൻ്റ് ചെയ്യും. അതായത് ABC കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, ABC സ്പേസ് DEF സ്പേസ് എസിൻ്റെ വാല്യൂ എന്താ? 15 സ്പേസ് എയുടെ വാല്യൂ 10. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഈ കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ബൈ ഡിഫോൾട്ട് ഒരു സ്പേസ് ഇട്ടിട്ടായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂടുതൽ പാരാമീറ്റേഴ്സും കൂടുതൽ ടെക്നിക്സും നമുക്ക് പോകെ പഠിക്കാം. ഇനി എനിക്ക് ഇപ്പോൾ ഇവിടെ ഹാർഡ് കോഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് യൂസറിൻ്റെ അടുത്തും ചോദിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളായിരിക്കും നല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് 10% കാൽക്കുലേറ്റ് ചെയ്യണം, വേറൊരാൾക്ക് ചിലപ്പോൾ 100 + 150 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഹാർഡ് കോഡ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യും? ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം യൂസ് ചെയ്യും. ഓക്കെ, ഇൻപുട്ട്. ഇനി എനിക്ക് യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കാം, എനിക്ക് യൂസർ എന്താ ഇൻപുട്ട് എടുക്കേണ്ടതെന്നുള്ളത്. അത് നമ്മളിവിടെ കൊടുക്കും, ഈ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്താൽ മതി. അതായത് എൻ്റർ എ നമ്പർ. ഓക്കെ, ഞാൻ ഡിക്ക് എൻ്റർ എ നമ്പർ കൊടുത്തത് മോശമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? എൻ്റർ നമ്പർ, എന്നതർ നമ്പർ. ഓക്കെ, ഫൈൻ. 100, 150 സമ്മ് ഉണ്ടല്ലോ. 100 150 സമ്മ് 1 10 1000 10,000 ലാക്ക് 1,00,000 150 അല്ലല്ലോ. അതെന്താ? അതായത് നമ്മൾ ബൈ ഡിഫോൾട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രിങ്ങാണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് എടുക്കുക, S = ഇൻപുട്ട് എൻ്റർ എ നമ്പർ തന്നെ, എൻ്റർ എ നമ്പർ. ഓക്കെ, ഞാനിവിടെ 10 എൻ്റർ ചെയ്തു. ഇനി ഇതിൻ്റെ ടൈപ്പ്, അതായത് ഡാറ്റ ടൈപ്പ് പ്രിൻ്റ് ചെയ്യുക. അതായത് ഒന്നുമില്ല, ജസ്റ്റ് പൈത്തണിൽ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ടൈപ്പ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? ക്ലാസ് സ്ട്രിങ്. അതായത് ഒന്നുമില്ല, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ എന്താ 100 അടിച്ചു. 100 അടിച്ചപ്പോൾ എയിൽ
100 എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ആയ ഇൻറ്റീജർ വാല്യൂ അല്ല. പക്ഷെ നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഇൻറ്റീജർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻറ്റീജറായിട്ട് അസൈൻ ചെയ്തു. ഇവിടെ നമുക്ക് അത് പറ്റിയില്ല, ലൈക്ക് അത് നടന്നില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിനെ, അതായത് നമുക്ക് ഇൻപുട്ട് എടുക്കുമ്പോൾ സ്ട്രിങ് കിട്ടും, സ്ട്രിങ്ങിനെ എന്ത് ചെയ്യണം, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. ടൈപ്പ് കാസ്റ്റ് ചെയ്യുക ഒരു ടൈപ്പിൽ നിന്ന് വേറൊരു ടൈപ്പിലോട്ട് മാറ്റാം. ഫ്രണ്ടിലൊരു ഇൻറ്റിട്ട് കൊടുത്ത് അതേപോലെ ബിയിൽ ഓക്കെ അതായത് 100 150. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 250 കിട്ടി. അതായത് ഇൻറ്റീജറിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തു. എനിക്ക് ഇൻറ്റീജർ വേണ്ട, ഡെസിമൽ വേണം. അപ്പോൾ നമ്മൾ എന്തെടുക്കും, അതായത് ഫ്ലോട്ടോ ഡാറ്റ ടൈപ്പ് ഉണ്ട്, അപ്പോൾ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് പറ്റും 100 150 250.0, അതായത് വിത്ത് ഡെസിമലായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വേറൊരു സാധനം കൊടുക്കുക, അതായത് ഇപ്പോൾ 100.678 അതേപോലെ 153.87 ഇതാണ് ഈ കൂട്ടേണ്ടത്. അപ്പോൾ എന്തെടുക്കും, ഞാൻ റെഡിച്ചു. അപ്പോൾ എനിക്ക് ഡെസിമൽ വാല്യൂസ് കൂട്ടാൻ പറ്റും. സിമ്പിൾ. ഓക്കെ ഫൈൻ. ഇപ്പോൾ 2 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അതായത് ഒന്നുമില്ല, നമ്മളിവിടെ എഴുതിയ അൽഗോരിതം, അതായത് ഇൻപുട്ട് 2 numbers to A and B. നമ്മൾ എന്ത് ചെയ്തു, എയിലും ബിയിലും 2 നമ്പർ ഇൻപുട്ട് ചെയ്തു. ഇനി സം ഈക്വൽ ടു A + B. ഇവിടെ നമ്മൾ സമ്മ് മാറ്റി എസ് ആക്കി. ഡിസ്പ്ലേ സം എന്താ, ഓക്കെ പ്രിൻ്റ് സം എസ്. സിമ്പിൾ. സ്റ്റോപ്പ്. നിർത്തി എത്ര മതി, കൂടുതൽ ആർഭാടൊന്നും വേണ്ട. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസ് ഓഫ് 2 numbers. അതായത് അതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻപുട്ട് 2 numbers എന്നിട്ട് അസൈൻ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു A - B. അത് ഡിഫറൻസ് ഡിസ്പ്ലേ ചെയ്യാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, 2 നമ്പർ ഇൻപുട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് A ഈസ് ഈക്വൽ ടു ഇൻറ്റ് വേണോ ഫ്ലോട്ട് വേണോ ഞങ്ങൾ പറയാം. ഗുഡ് ബൈ ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ. B ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ അനദർ നമ്പർ. ഓക്കെ ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, DIFF ഡിഫറൻസ് വട്ടവർ, നമുക്ക് എന്ത് പേര് വേണേൽ കൊടുക്കാം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ എന്നിട്ട് ഡിഫറൻസ് എന്താ, A - B. ഇനി എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് കോമ ഡിഫ്. ഇതാണ് നമ്മുടെ ഡിഫറൻസ്. ഇനി എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. 500 250. ഇപ്പോൾ ഡിഫറൻസ് എത്രയാണ്, 500 - 250 ഈസ് 250. സിമ്പിൾ. ഇത് മനസ്സിലായല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers. സിമ്പിൾ. ജസ്റ്റ് സം കിട്ടിയാൽ ഡിഫറൻസ് കിട്ടും, എളുപ്പമാണ്. അപ്പോൾ ഇനി സം ഓഫ് n നമ്പേഴ്സിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇൻപുട്ട് നമ്പർ ഓഫ് നമ്പേഴ്സ് ടു n. ഓക്കെ അതായത് ആദ്യം നമുക്ക് എത്ര നമ്പർ ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സം ചെയ്യാൻ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു റാൻഡം വേരിയബിൾ വേണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഫയൽ ഉണ്ടാക്കണം. അല്ല എന്തെങ്കിലും കാര്യമില്ല, ചില പാർട്ട് 1 പോയി പാർട്ട് 2 പോരാ. ഇനി n ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ എ നമ്പർ, അല്ല സോറി, എൻ്റർ നമ്പർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇനിഷ്യലൈസ് സം ഈക്വൽ ടു 0 കൗണ്ട് ഈക്വൽ ടു 1. ഓക്കെ അപ്പോൾ നമ്മളത് ചെയ്തു. സം ഇസ് ഈക്വൽ ടു 0 കൗണ്ട് ഈസ് ഈക്വൽ ടു 1. ഓക്കെ എത്രയും ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ, ഇൻപുട്ട് നമ്പർ ഓഫ് കൗണ്ട് ടു I. ഓക്കെ I ഈസ് ഈക്വൽ ടു ഇൻപുട്ട് enter the number. ഓക്കെ പിന്നെ എന്താ ചെയ്യണ്ടേ, ആഡ് I ടു സമ്മിലോട്ട് I ആഡ് ചെയ്യണം. അതായത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് I. ഓക്കെ ഫൈൻ. ഇനി എന്താ ചെയ്യണ്ടേ, ആഡ് 1 ടു കൗണ്ട്, അതായത് കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1.
കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഓക്കെ, ഇനി ഇഫ് കൗണ്ട് ലെസ് ദാൻ n ഗോ ടു സ്റ്റെപ്പ് 4. അതായത് കൗണ്ട് ഇസ് ലെസ് ദാൻ n, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 4 എന്താ, ഇൻപുട്ട്, അതായത് ഇൻപുട്ട് എടുക്കുന്നത് ഈ സ്റ്റെപ്പിലോട്ട്. ഓക്കെ, അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ കൗണ്ട് ഈസ് ലെസ് ദാൻ n, അതായത് n നമ്പേഴ്സ് ഉണ്ട്, കൗണ്ട് ഞാൻ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു, ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n. അതായത് എനിക്ക് ആ സാധനം കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n ആവുന്നിടം വരെ ഇത്രയും സാധനം എക്സിക്യൂട്ട് ചെയ്യണമെന്നല്ല എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും, ഒരു ലൂപ്പ് കൊടുക്കും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഇത്രയും സാധനം റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോഡ് ബ്ലോക്ക്, അതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ അൽഗോരിതം അതേപോലെ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്താ, വൈൽ എന്തായിരുന്നു, കൗണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n, കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n. ഓക്കെ, അതായത് ലൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിൽ തന്നെ പോകാൻ പറ്റാം. ഇപ്പോൾ വൈലാണെങ്കിൽ വൈൽ എക്സ്പ്രഷൻ എന്ന് പറയും, അതായത് എക്സ്പ്രഷൻ കോളൻ, എന്നിട്ട് അടുത്ത ലൈനിൽ വരുമ്പോൾ ഒരു ടാബ് സ്പേസ്, അതിനാണ് ഞാൻ നേരത്തെ ഇവിടെ ഒരു ടാബ് സ്പേസ് ഇട്ടത്. ഓക്കെ ഫൈൻ. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ ഓർ ഫോൾസ്. ഇവിടെ കൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആവാം. ഇനി വേറൊരു സിനാറിയോ, അതായത് ഇവിടെ ഞാൻ ഇവിടെ ഞാൻ വെറുതെ n എന്ന് കൊടുക്കുക, അന്നേരം എന്ത് പറ്റും, n 0 ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. n 0 അല്ലാതെ വേറെ ഏത് വാല്യൂ ആയാലും അത് ട്രൂ, അതായത് ഒന്നുമില്ല, നമ്മൾ 0 ഫോൾസ് ആയിട്ടും 0 അല്ലാതെ ബാക്കി ഏത് വാല്യൂ വന്നാലും അതിനെ ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ ചെയ്തു. അതായത് നമ്മൾ പറഞ്ഞു ഈ എത്ര നമ്പർ ഉണ്ടെന്ന് എന്നിലോട്ട് ഇൻപുട്ട് എടുക്കുക, എന്നിട്ട് സമ്മും കൗണ്ടും ഇനിഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അതായത് കൗണ്ട് n-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ n-നോട് ഈക്വലോ ആവുമ്പോൾ അല്ലെങ്കിൽ ആവുന്നിടം വരെ നമുക്ക് ഇത്രയും സാധനം എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനല്ലേ ഇവിടെ ഞാൻ പറഞ്ഞത്, അതായത് കൗണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു n, അത് കൗണ്ട് എപ്പോഴാണോ n-നേക്കാളിലും വലുതാവുന്നത് അതുവരെ, അതല്ലെങ്കിൽ വലുതാവുന്നിടം വരെ എനിക്ക് ഇത്ര സാധനം എക്സിക്യൂട്ട് ചെയ്യണം. അതല്ലേ അവിടെയും പറഞ്ഞത്, അത്രയേ ഉള്ളൂ, സെയിം സാധനം. അതിന് നമ്മൾ വയലെന്ന് പറഞ്ഞിട്ടൊരു ലൂപ്പ് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ ഫൈൻ. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താ, ഡിസ്പ്ലേ സം ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. അതായത് അത് പക്ഷേ ലൂപ്പിന് പുറത്താണ്, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഇഫ് കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഗോ ടു സ്റ്റെപ്പ് 4, അതായത് ഇത്ര സാധനമാണ് ആ ലൂപ്പിനകത്തുള്ളത്. ഇനി ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് സമ്മ് ഡിസ്പ്ലേ ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഓരോ പ്രാവശ്യം സമ്മ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് പിന്നെ സമ്മ് ഓരോ പ്രാവശ്യത്തെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫൈനൽ സം മാത്രം മതി. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ട് പ്രിൻറ്റ് സം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് എനിക്കൊരു 5 എണ്ണത്തിൻ്റെ സം കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 5 6 7 8 9. ഇതിനെ കൂട്ടി നോക്കണമല്ലോ. 6 5 11 11 7 18 18 18 8 26 26 26 9 35 കറക്റ്റാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന അൽഗോരിതം അതേപോലെ ഫോളോ ചെയ്യുക. ഓക്കെ സം ഓഫ് n നമ്പേഴ്സ് കിട്ടി. ഇനി നമുക്കത് മാറ്റിയിട്ട് ഇനി ആവറേജ് ഓഫ് n നമ്പേഴ്സ്, അതായത് ആവറേജ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ സം കണ്ടുപിടിച്ചു, അതിൻ്റെ സെയിം ലോജിക്കാണ് ഇവിടെ വരെ. ഓക്കെ, അതായത് സം കണ്ടുപിടിക്കണം, അതല്ലേ നമ്മൾ ഇവിടെയും ചെയ്തത്. അങ്ങനെ യൂസ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി അൽഗോരിതം എവിടെ, ഓക്കെ ഇത്ര നമ്മൾ ചെയ്തു. ഓക്കെ, അത് ഇവിടെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇതിനകത്ത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കിടപ്പുണ്ട്, ഒരു വൃത്തികെട്ടാൽ പോട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, 8th സ്റ്റെപ്പ്, അതായത് ഇത്രയും സ്റ്റെപ്പ് സെയിമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തത്. ഇനി ഡിവൈഡ് സം വിത്ത് n ആൻഡ് സ്റ്റോർ ടു ആവറേജ്. അതായത് ഇവിടെ നമ്മൾ സം കണ്ടുപിടിച്ചു, ഇവിടെ നമ്മൾ പ്രിൻറ്റ് സം കൊടുത്താൽ നമുക്ക് ഈ എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ സം കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് മീൻ എടുക്കണം. മീൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സം എടുക്കണം, എന്നിട്ട് എത്ര നമ്പർ ഉണ്ടെന്നുള്ളത് വെച്ച് ഡിവൈഡ് ചെയ്യണം. അതല്ലേ ഇത്, അതായത് AVG ഇസ് ഈക്വൽ ടു സം ബൈ എത്ര നമ്പർ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതായത് നമ്മൾ എത്ര നമ്പറിൻ്റെ സം കണ്ടുപിടിച്ചത്,
എൻ. നമ്മൾ എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ ചോദിച്ചല്ലോ, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എൻ സിമ്പിൾ. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് പ്രിൻറ്റ് ചെയ്യണം. AVG അത്രയല്ലേ ഉള്ളൂ. അതായത് നേരത്തെ സെയിം നമ്പർ തന്നെ കൊടുത്ത് നോക്കാം. 5 numbers, 5 numbers, 5 6 7 8 9 അല്ലേ? 5 6 7 8 9. ഇവിടെ നമുക്ക് ഇത്രയും സംഭവത്തിൻ്റെ സമ്മ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 35 ആണെന്ന്. അത് നമ്മൾ വെരിഫൈയും ചെയ്താൽ. ഇനി അതേ ഡിവൈഡഡ് ബൈ 5. 35/5 എത്രയാണ്? 5 into 7 is 35. സോ ഇറ്റ്സ് 7. സിമ്പിൾ. ആവറേജ് കിട്ടി. ഓക്കെ, ഇത്ര സംഭവങ്ങൾ ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം അൽഗോരിതം എഴുതി, ആ അൽഗോരിതം എങ്ങനെ ഒരു പ്രോഗ്രാം ആക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സംഭവം. അതായത് ഇവിടെ ഇത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അൽഗോരിതം ഉണ്ടാക്കാം, അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയ അൽഗോരിതത്തിൻ്റെ, അല്ലെങ്കിൽ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഞാൻ ഈ നാളിന് ഇവിടെ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നത്തെ സംഭവത്തിൻ്റെയും ഞാൻ GitHub റെപ്പോസിറ്ററിയിൽ പുഷ് ചെയ്തിട്ട് ലിങ്ക്, സെയിം ലിങ്ക് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്ക് മാർക്ക് ചെയ്തോ, അല്ലെങ്കിൽ സംഭവം എങ്ങനെയുള്ള സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിശ്വസ് ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. എപ്പോഴും ഈ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ പഠിപ്പിക്കാം. അപ്പോൾ അടുത്ത ദിവസം കൂടുതൽ കൺസ്ട്രക്ട്സും അതുപോലെ കൂടുതൽ സിൻടാക്സ് സംഭവങ്ങളും ഓപ്പറേറ്റേഴ്സ് സംഭവങ്ങളും. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പ്ലസ് മൈനസ് അല്ലേ പഠിച്ചത്, കാരണം പഠിച്ചില്ല. ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.